നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റെക്കമെൻഡേഷനുമായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്. ഈ മാസമാണേലും അടുത്ത മാസമാണേലും ഇപ്പോൾ രക്ഷാബന്ധനുണ്ട്, ജന്മാഷ്ടമി, അതുപോലെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണം, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്. ഒരു ഫെസ്റ്റീവ് സീസണാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ ഞാൻ ചിലപ്പോൾ പറയുന്ന ഏതെങ്കിലുമൊക്കെ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇതുപോലൊരു ടൈമിൽ, ഇതിപ്പോൾ നമ്മൾ ഡെയിലി വെയർ മേക്കപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ, ഫെസ്റ്റീവ് വെയർ അല്ലേ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ബെസ്റ്റാണ്. ഇപ്പോൾ സെയിലുണ്ട് ആമസോണിൽ, ഗ്രേറ്റ് ഫ്രീഡം സെയിലാണ്. ഓഗസ്റ്റ് 6th to 10th വരെയാണ് സെയില്. പ്രൈം മെമ്പേഴ്സിന് ഏർലി ആക്സസ് ഉണ്ടാവും ഓഗസ്റ്റ് 5th. ഓക്കെ, ഇനി ഈ ഒരു സെയിലിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 3rd to 4th വരെ കൗണ്ട് ഡൗൺ ഡീൽസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6th to 10th ആണ് കേട്ടോ. പ്രൈം മെമ്പേഴ്സിന് ഏർലി ആക്സസ് ഉണ്ടാവും ഓഗസ്റ്റ് 5th. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിൽ എന്തായാലും മിസ് ചെയ്യേണ്ട. ഞാൻ ഈ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സമയം അടിപൊളിയായിരിക്കും. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലിങ്ക്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഈ അടുത്ത് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമല്ല നല്ല ഒരു ഡിസ്കൗണ്ടിലാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോഴും സെയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് റിയൽ ടെക്നീക്സിൻ്റെ ഒരു ബ്രഷ് സെറ്റാണ്. ഇതിലിപ്പോൾ ഒന്നുമില്ല, ഞാനെല്ലാം എടുത്തിട്ടുണ്ട് പുറത്ത്. അപ്പോൾ റിയൽ ടെക്നീക്സിൻ്റെ ബ്രഷ് നിങ്ങൾക്കറിയാം, ഒരു ഹൈ എൻഡ് ബ്രാൻഡാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവരുടെ തന്നെ ബ്രഷ് സെറ്റ് ഒരുപാടുണ്ട് ആമസോണിൽ, പക്ഷേ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു സെറ്റ് മാത്രമാണ് എനിക്ക് ഒരു 500 റേഞ്ചിൽ കിട്ടി. ഇങ്ങനെ 4 ബ്രഷും ഇതുപോലെ ഒരു ഹോൾഡറും കൂടിയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതുപോലൊരു ഹോൾഡറുണ്ട്, അതുപോലെ 4 ബ്രഷ് ഉണ്ട്. ഇത് കോണ്ടൂർ ആപ്ലിക്കേഷനും, പിന്നെ ഇതൊരു ബഫിംഗ് ബ്രഷ് ഉണ്ട്. ഇത് നമുക്ക് ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാൻ. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ബേസ് മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ബ്രഷ് സെറ്റാണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രഷ് സെറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല അടിപൊളി ഡീലിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഓരോ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഫൗണ്ടേഷന്. ഞാൻ ഒരുപാടൊന്നും ഞാൻ ഓപ്ഷൻസ് തരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. ഇത് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് Maybelline ഫിറ്റ്മിയുടെ എൻ്റെ ഷെയ്ഡ് 128 ആണ്. നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഷെയ്ഡ്സ് ഉണ്ടാവും. ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു ഫൗണ്ടേഷൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തന്നെയാണ്. ഫെസ്റ്റീവ് വെയർ ആയിട്ടുമൊക്കെ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ലൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് Maybelline ഫിറ്റ്മിയുടെ എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ്റെ റെക്കമെൻഡേഷൻ. ഇത് തന്നെയാണ്. ഇത് ചെറിയ ട്യൂബാണ്. ഇതിൻ്റെ വലിയ പാക്കും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു അഫോർഡബിൾ സൈഡിലായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് എല്ലാം ഹൈ എൻഡ് ബ്രാൻഡ്സ് അങ്ങനെ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും എന്താ പറയുക, വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ സൈഡിലുള്ള പ്രോഡക്റ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസീലറിന് എൻ്റെ കയ്യിലുള്ള സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഭയങ്കര
പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 150യോ എനിക്ക് തോന്നുന്നു ബിലോ 200 എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഹൈ എൻഡ് ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു പെർഫോമൻസാണ്. നല്ല അടിപൊളി കൺസീലറാണ്. പ്രൈസ് വെച്ചിട്ട് നിങ്ങളിതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അടിപൊളി കൺസീലറാണ്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡാണ് കേട്ടോ. സോറി, ഫസ്റ്റ് കാണിക്കേണ്ടിയിരുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു, വിട്ടുപോയി. പ്രൈമർ. അപ്പോൾ പ്രൈമറിന് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മേബിലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു പ്രൈമർ. ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മേക്കപ്പ് ബേസ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ ഈ ഒരു പ്രൈമർ. ഇതിലും പ്രൈസ് കുറഞ്ഞിട്ടുള്ള പ്രൈമേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫെസ്റ്റീവ് മേക്കപ്പാണ്. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. അതിൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഒരു ഡെയിലി വെയർ മേക്കപ്പിനേക്കാളും നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന എല്ലാം കൊണ്ടും അതിൻ്റെ കൂട്ടത്തിൽ പ്രൈസും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈസ് മാത്രം നോക്കി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിറ്റ്മിയുടെ പ്രൈമർ എടുത്തത്. അപ്പോൾ ഇത് ഒരു എന്നാലും നിങ്ങൾക്ക് ബിലോ 500 കിട്ടും കേട്ടോ, എന്തായാലും കിട്ടും. അപ്പോൾ ഇതാണ് പ്രൈമറിന് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്രൈമേഴ്സ് ഉണ്ട്. ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കോമ്പാക്റ്റിന് ഞാൻ എടുത്തിട്ടുള്ളത് ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്റ്റാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ബിലോ 200 കിട്ടും. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു കോമ്പാക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസിന്. അപ്പോൾ ഇത് കൊള്ളാം. അപ്പോൾ ഈ ഒരു ഫിറ്റ്മി റേഞ്ച് തന്നെ ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ചും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു റേഞ്ചാണ്. അഫോർഡബിൾ സൈഡിലാണ്. നല്ല പെർഫോമൻസും ഒക്കെ തരുന്ന നല്ല ഒരു പ്രോഡക്റ്റ്സാണ് കേട്ടോ ഇവരുടെ മേബിലിൻ്റെ. അടുത്ത ഫേസ് മേക്കപ്പിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോണ്ടോ ഹൈലൈറ്റർ ബ്ലഷ് ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അതിന് ഞാനൊരു പാലറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗറിൻ്റെ ഇതുപോലെ ഒരു കോണ്ടോ ബ്ലഷ് ഹൈലൈറ്റർ എല്ലാം കൂടി വരുന്ന ഒരു ഫേസ് പാലറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സിംഗിളായിട്ടുള്ള മീൻസ് കോണ്ടോർ സെപ്പറേറ്റ് ബ്ലഷ് സെപ്പറേറ്റ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൻ്റെ ഒരു പാലറ്റ് ഇങ്ങനത്തെ ഒരു പാലറ്റ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നും കൂടി ഇതുപോലൊരു പാലറ്റായിട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും ഷുഗറിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതെടുത്തത് 02 ആണ് കേട്ടോ. ഇവരുടെ 2 or 3 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടു ഒരു ലൈറ്റ് സ്കിൻ ടോണിനൊക്കെ 02 ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് 02 ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു പിങ്ക് ബ്ലഷും ഹൈലൈറ്റർ കോണ്ടോറൊക്കെ കിട്ടും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുഗറിൽ തന്നെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഹൈലൈറ്ററിൽ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് മേബിലിൻ്റെ ഈ ഒരു മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും വാങ്ങി. ഇത് മോൾട്ടൻ ഗോൾഡാണ് ഷെയ്ഡ്. ഓക്കെ, ഇത് അഗെയിൻ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിനൊരു വീറ്റിഷ് സ്കിൻ ടോണിനൊക്കെ ഈ ഒരു മോൾട്ടൻ ഗോൾഡാണ് നല്ലത്. ഓക്കെ, ഇനി ബ്ലഷ് ആണെന്നുണ്ടെങ്കിലും മേബിലിൻ ഫിറ്റ്മിയുടെ ബ്ലഷ്. ഇതും ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ബ്ലഷാണ്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാലറ്റ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കിട്ടും. ഇപ്പോൾ കാജൽ ഏത് വേണമെങ്കിലും എടുക്കാം, മേബിലിൻ്റെ എടുക്കാം, ലാക്മിയുടെ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എനിക്കിഷ്ടമുള്ള ഒരെണ്ണം ഈ ഫേസസ് കാനഡയുടെ കാജൽ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഐ മേക്കപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ ബിഗിനറാണ്, പ്രൈസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു പാലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് സ്വീറ്റ്സ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. 9 കളേഴ്സ് വരുന്ന ഈ ഒരു പാലറ്റ് ഒരുപാട് ഇവരുടെ തന്നെ എനിക്ക് തോന്നുന്നു 8 or 10 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ
ഈ ഒരു ഷെയ്ഡ് 01 ആണ് കേട്ടോ. എൻ്റെ കയ്യിരിക്കുന്ന 01 ആണ്. ഇതിൽ ബ്രൗൺ ഉണ്ട്, പിങ്ക് ഉണ്ട്. അടുത്തത് മസ്കാരയാണ്. മസ്കാര ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇത് ലോറിയൽ പാരിസിൻ്റെ ഈ വോളുമിനസ് ലാഷ് പാരഡൈസ് മസ്കാര. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കും അറിയാം, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫോൾസ് ഐ ലാഷസ് വെക്കാനൊന്നും താല്പര്യമില്ലാത്തവരാണ്, കുറച്ച് നല്ല അടിപൊളി ലാഷസ് വേണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് ബെസ്റ്റ് മസ്കാര എന്ന് പറയാം. ഇനി ഫോൾസ് ഐ ലാഷസ് വെക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ മസ്കാര ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാൽ മതിയാവും. ഒരു 150 മുതലൊക്കെ തന്നെ ഉണ്ട്. മാസിൻ്റെ മസ്കാര അതും കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല എന്നല്ല, ഇത്രയും ഇല്ലെങ്കിലും മറ്റുള്ള മസ്കാര വെച്ച് നോക്കുമ്പോൾ അതിലും പ്രൈസ് കൂടിയിട്ടുള്ള വേറെ മസ്കാര വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാസിൻ്റെ ആണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ കമൻസ് ഒന്നും പറയാനില്ല. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഫെസ്റ്റീവ് സീസണൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കാരണം അതാണ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് Maybelline സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ടെറാക്കോട്ട ഷെയ്ഡാണ്. ഇന്ത്യൻ സ്കിൻ ടോൺ എല്ലാവർക്കും, എല്ലാ സ്കിൻ ടോണിൽ പെടുന്നവർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കുറച്ച് മീഡിയം ഡീപ്പ് അല്ലെങ്കിൽ ലൈറ്റ് സ്കിൻ ടോൺ എല്ലാവർക്കും സ്യൂട്ടാവുന്ന നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഷെയ്ഡ് മെയ്ഡ് ഈസി എന്നാണ് കേട്ടോ. മെയ്ഡ് ഈസി. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഞാൻ സെറ്റിംഗ് സ്പ്രേ എടുക്കാൻ വിട്ടുപോയി, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്വിസ് ബ്യൂട്ടിയുടെ നല്ലതാണ്, ഫേസസിൻ്റെ ഒക്കെ നല്ലതാണ് ആ ഒരു പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.